നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഒറ്റ ദിവസത്തെ മഴയോടെ ദേശീയപാതയിലെ ആമ്പല്ലൂരിൽ വെള്ളക്കെട്ട് രൂക്ഷം. ദുരിതത്തിൽ യാത്രക്കാർ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. വരന്തരപ്പള്ളി പൗണ്ടിൽ ബേക്കറി അടിച്ചു തകർത്ത ആൾ അറസ്റ്റിൽ. വെട്ടിങ്ങപ്പാടം ഇല്ലിക്കൽ വീട്ടിൽ ജോയിയാണ് അറസ്റ്റിലായത്. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം തുടങ്ങിയത് മുതൽ പ്രദേശത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവാകുന്നു. നെന്മണിക്കര പഞ്ചായത്തിലെ 5-6 വാർഡുകളിലുള്ളവർ ഇപ്പോൾ കിലോമീറ്ററുകൾ ചുറ്റിവളയേണ്ട അവസ്ഥയിൽ. പുല്ലും പായലും മൂടി നാശോന്മുഖമായി കിടക്കുന്ന ആളൂർ പഞ്ചായത്തിലെ വെള്ളാംചിറ നവീകരിക്കണമെന്ന് ആവശ്യമുയരുന്നു. പുതുക്കാട് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിരുന്ന ജിനുമോന് നാടിന്റെ യാത്രാമൊഴി. വിശദമായ വാർത്തകളിലേക്ക്. ഒറ്റ ദിവസത്തെ മഴയോടെ ദേശീയപാതയിലെ ആമ്പല്ലൂരിൽ വെള്ളക്കെട്ട് രൂക്ഷം. ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണവും അതിനോടനുബന്ധിച്ച് ടാറിംഗ് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാത്തതുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് ആക്ഷേപമുയരുന്നുണ്ട്. പുതുതായി വീതി കൂട്ടി ടാർ ചെയ്ത സർവീസ് റോഡും മഴയെ തുടർന്ന് തകർന്നു. ഹൈവേയോട് ചേർന്ന ഡ്രൈനേജിൽ പുല്ലും പാഴ്വസ്തുക്കളും അടിഞ്ഞുകൂടിയത് വൃത്തിയാക്കാത്തതും വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമാകുന്നതായി നാട്ടുകാർ ആരോപിച്ചു. നെന്മണിക്കര റോഡ് മുതൽ പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡ് വരെയും വെള്ളം കെട്ടി ചെറുവാഹനങ്ങളെയും ഇരുചക്ര വാഹന യാത്രികരെയും വലയ്ക്കുന്നുണ്ട്. ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ ഉണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. മലയോര മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഭരണകൂടം നിർദ്ദേശം നൽകി. വരന്തരപ്പള്ളി പൗണ്ടിൽ ബേക്കറി അടിച്ചു തകർത്ത ആൾ അറസ്റ്റിൽ. വരന്തരപ്പള്ളി വെട്ടിങ്ങപ്പാടം സ്വദേശി ഇല്ലിക്കൽ വീട്ടിൽ 56 വയസ്സുള്ള ജോയിയാണ് അറസ്റ്റിലായത്. കീറിയൊട്ടിച്ച 50 രൂപ നോട്ട് മാറ്റി നൽകണമെന്ന് പറഞ്ഞ ദേഷ്യത്തിനാണ് പൗണ്ട് സെന്ററിലെ ശങ്കര സ്നാക്സ് എന്ന ബേക്കറി അടിച്ചു തകർത്തത്. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. സാധനങ്ങൾ വാങ്ങാനെത്തിയ ഇയാൾ കീറിയൊട്ടിച്ച നോട്ട് കൊടുത്തപ്പോൾ കടക്കാരൻ കീറിയ നോട്ട് മാറ്റി നൽകണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ ദേഷ്യത്തിലാണ് കടയിൽ അതിക്രമം കാട്ടിയത്. ഗ്ലാസുകളും വിൽപ്പനയ്ക്കായി എത്തിച്ച സാധനങ്ങളും നശിപ്പിച്ച നിലയിലായിരുന്നു. വരന്തരപ്പള്ളി പോലീസിൽ കടയുടമ വിനോദ് കുമാർ നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. ആമ്പല്ലൂർ ജംഗ്ഷനിലെ അടിപ്പാത നിർമ്മാണം തുടങ്ങിയതു മുതൽ പ്രദേശത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവാകുന്നു. ഇതിനു പുറമെ ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലുള്ളവർക്ക് പ്രധാന പാതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇപ്പോൾ ജീവൻ പണയം വെച്ചു വേണം. യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ലാതെയാണ് ആമ്പല്ലൂർ ജംഗ്ഷനിലൂടെ ഇപ്പോൾ വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ട് തിരിയണമെന്നോ ഏതുവഴി പോകണമെന്നോ അറിയാൻ കഴിയാത്ത വിധമാണ് ഇവിടത്തെ ട്രാഫിക് സംവിധാനം. റോഡ് മുറിച്ച് കടക്കേണ്ട വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരുമാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത്. നെന്മണിക്കര പഞ്ചായത്തിലെ 5-6 വാർഡുകളിൽ ഉള്ളവർ ഇപ്പോൾ കിലോമീറ്ററുകൾ ചുറ്റിവളയേണ്ട അവസ്ഥയാണ്. മഴയൊന്ന് കനത്ത് പെയ്താൽ താഴ്ന്നു കിടക്കുന്ന ഈ പ്രദേശം വെള്ളക്കെട്ടിലമരും. ഡ്രൈനേജ് സംവിധാനങ്ങൾ പാടെ ഇല്ലാതാക്കിയാണ് ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം. നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കാനോ മറ്റ് നിർദ്ദേശങ്ങൾക്കോ തദ്ദേശീയരായ ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്ക് കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയിലാണ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണെന്നും ഇവർ പറയുന്നു. ഞങ്ങൾക്ക് പലർക്കും ഇവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടുന്ന് കുറെ ജനപ്രതിനിധികളുണ്ട്. അത് ഇവിടുത്തെ വാർഡ് മെമ്പർ തൊട്ട് ഇപ്പൊ പുതിയതായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയുടെ MP വരെ ഉണ്ട്. ഇവിടെ എന്താണ് ഇതില് അക്കൗണ്ടബിൾ ആകുന്നത്? ഇവിടെ ഒരു അടിപ്പാതയോ മേൽപ്പാലോ വരുമ്പോൾ അതിനൊരു കലിങ്ക് പണിയാനുള്ള അത്ര പ്ലാനിങ് പോലും ഇല്ലാതെ മണ്ണ് പരിശോധന ഇന്നലെയാണ് പൂർത്തിയായത്. 2-3 മാസമായിട്ട് ഈ പാതയെല്ലാം കൊട്ടി അടച്ച് വളരെ പൊടിശല്യത്തോടെ ഇവിടെയുള്ള കടകൾക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റാതെ ആക്കിയിട്ടും ഇതുവരെ ഒരു ജനപ്രതിനിധിയില്
ഇടപെടുകയോ ജനങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കേൾക്കുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഗ്രാമസഭയിലൂടെ അവതരിപ്പിച്ച കാര്യങ്ങളിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇവിടെ. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് ഇറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ വെള്ളമെല്ലാം നേരെ ഇവിടുത്തെ ഓവുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്, ചാലുകളെല്ലാം. അതിലെല്ലാം നടപടി എടുക്കുന്നത് ഞങ്ങൾ ഗ്രാമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, പ്രമേയം മൂലം അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ അടിപ്പാത മൂലം ജനങ്ങൾ വലയുന്നതോടൊപ്പം ഒരു നാട്ടുകാരെന്നുള്ള രീതിയിൽ ഏറ്റവും ബാധിക്കുന്നത് നെന്മണിക്കര ദേശത്തെയാണ്. നാടിന്റെ വികസനത്തിന് തങ്ങൾ എതിരല്ലെന്നും വികസനം വരേണ്ടത് തന്നെയാണെന്നും തദ്ദേശീയർക്ക് ബദൽ സംവിധാനങ്ങൾ ഒരുക്കി വേണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനെന്നുമാണ് ഇവർ പറയുന്നത്. ഇവിടെ മേൽപ്പാലം വരുന്നത് ഈ ഒരു നാടിന്റെ ആവശ്യമാണ്. പക്ഷെ നെന്മണിക്കര ഞങ്ങളുടെ 5ഉം 6ഉം വാർഡിനെ സംബന്ധിച്ച് ഞങ്ങൾക്കത് ഭയങ്കര ദുരിതമാണ്. നെന്മണിക്കര 3 സൈഡും ചുറ്റപ്പെട്ട് വരുന്ന ഒരു മേഖലയാണ്. ഞങ്ങൾക്ക് കയറണമെങ്കിൽ ആമ്പല്ലൂർക്ക് കയറണമെങ്കിൽ ഒന്നില്ലെങ്കിൽ മൂവിസിന്റെ ആയാലും അല്ലെങ്കിൽ ഗോകുല ഹോട്ടലിലെ സൈഡിൽ കയറാൻ പറ്റുള്ളൂ. ഈ 2 സൈഡിൽ കൂടിയും ഒരു നിലയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇപ്പോൾ. ഇവിടെ എന്താ നടക്കണമെന്ന് ചോദിക്കാൻ ഒരു ആരുമില്ല. ഞങ്ങളുടെ ജനകീയമായ വിഷയങ്ങളിൽ അല്പമെങ്കിലും ഇടപെടുന്നത് NCTV ആണ്. ഇവിടുത്തെ പൊതുപ്രവർത്തകരായ പല ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരോടൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. രാവിലെയും ഉച്ചതിരിഞ്ഞും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയോഗിക്കണമെന്നാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഒപ്പം ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകാൻ പ്രദേശത്തെ ജനപ്രതിനിധികൾ കാര്യക്ഷമമായി ഇടപെടണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ആമ്പല്ലൂർ ജംഗ്ഷനിലെ അടിപ്പാത നിർമ്മാണം അനിശ്ചിതമായി നീളുമ്പോൾ ആശങ്കയിലാണ് നെന്മണിക്കര പഞ്ചായത്തിലെ 5-6 വാർഡുകളിലുള്ളവർ. വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് പ്രദേശത്ത് നിന്ന് റോഡൊന്ന് മുറിച്ചു കടക്കാനോ ഭയമില്ലാതെ സഞ്ചരിക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. ജനപ്രതിനിധികളടക്കമുള്ളവർ ഈ വിഷയത്തിൽ നടപടികളുമായി മുന്നോട്ടു പോകാത്തതാണ് പ്രദേശവാസികളെ കൂടുതൽ നിരാശരാക്കുന്നത്. യാത്രാ സൗകര്യമൊരുക്കാൻ, സഞ്ചാര സ്വാതന്ത്ര്യമൊരുക്കാൻ ജനപ്രതിനിധികൾ ഇടപെടണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പുല്ലും പായലും മൂടി നാശോന്മുഖമായി കിടക്കുന്ന ആളൂർ പഞ്ചായത്തിലെ വെള്ളാംചിറ നവീകരിക്കണമെന്ന് ആവശ്യമുയരുന്നു. കുഴിക്കാട്ടുശ്ശേരിയിലുള്ള വെള്ളാംചിറ സംരക്ഷണമില്ലാതെ നശിക്കുകയാണെന്നും പുല്ലും പായലും ചണ്ടിയും നിറഞ്ഞു കിടക്കുന്ന ചിറ നവീകരിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. ആളൂർ പഞ്ചായത്തിന്റെ വഴിയിടം വിശ്രമ കേന്ദ്രവും കുട്ടികൾക്കായുള്ള ഉദ്യാനവും സ്ഥിതി ചെയ്യുന്ന കുഴിക്കാട്ടുശ്ശേരിയിലാണ് വെള്ളാഞ്ചിറ കുളമുള്ളത്. ചിറയുടെ വശങ്ങളും കാടുപിടിച്ച അവസ്ഥയിലാണ്. വർഷങ്ങൾക്ക് മുൻപ് മേഖലയിൽ നെൽകൃഷി ചെയ്തിരുന്നത് വെള്ളാംചിറയിൽ സംഭരിച്ചു നിർത്തിയിരുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ്. വേനലിൽ ചിറയിലെ ജലനിരപ്പ് താഴുമ്പോൾ സമീപത്തുകൂടി കടന്നുപോകുന്ന ജലസേചന കനാലിൽ നിന്ന് വെള്ളം തുറന്നുവിട്ട് ചിറ നിറയ്ക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. നെൽകൃഷി കുറഞ്ഞതോടെ ചിറ അവഗണനയിലായി. ആളൂർ പഞ്ചായത്തിലെ വെള്ളാഞ്ചിറ കുളമാണ് ഈ കാണുന്നത്. ചണ്ടിയും പായലും പിടിച്ച് ആകെ നശിച്ച് കിടക്കുകയാണ്. ആ നൊമ്പര കാഴ്ച കാണുമ്പോൾ ഒരു പ്രകൃതി സ്നേഹി എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ചിറയുടെ സാന്നിധ്യം മേഖലയിലെ വീട്ടുകിണറുകളിൽ വേനൽക്കാലത്ത് ജലവിതാനം നിലനിർത്തുന്നതിന് സഹായകമാണ്. പൈതൃക സമ്പത്തായ ചിറ നവീകരിച്ച് വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. 1 ഏക്കറിലധികം വിസ്തൃതിയുള്ള ചിറ വൃത്തിയാക്കിയാൽ ഇവിടെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാനാകുമെന്നും നാട്ടുകാർ പറയുന്നു. പുതുക്കാട് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിരുന്ന ജിനുമോന് നാടിന്റെ യാത്രാമൊഴി. KK രാമചന്ദ്രൻ MLA അന്ത്യോപചാരം അർപ്പിച്ചു. പുതുക്കാട് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിരുന്ന ജിനുമോനെ ഞായറാഴ്ചയാണ് കൊടകരയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജിനുമോൻ തച്ചേത്തിന്റെ മൃതദേഹം തിങ്കളാഴ്ച രാവിലെ 11 മണിവരെ വീട്ടിൽ പൊതുദർശനത്തിന് വച്ച ശേഷം ഉച്ചയ്ക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിലാണ് സംസ്കരിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 2 പേരെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. നടത്തറ മൈനർ റോഡിൽ കുരിശുപറമ്പിൽ 35 വയസ്സുള്ള സാംസൺ, പുത്തൂർ എളംതുരുത്തി സ്വദേശി മാടശ്ശേരി 35 വയസ്സുള്ള മൊബീഷ് എന്നിവരെയാണ് തൃശൂർ ജില്ലാ മജിസ്ട്രേറ്റിന്റെ കരുതൽ തടങ്ക് ഉത്തരവ് പ്രകാരം ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരുടെയും പേരിൽ വധശ്രമം, പിടിച്ചുപറി, മാരക ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന എന്നീ വിവിധ കേസുകൾ നിലവിലുണ്ട്. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ലാബ് കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകൻ R ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ ഗിൽസ് A പല്ലൻ, സ്റ്റാഫ് പ്രതിനിധി TR പ്രിൻസി, PTA പ്രസിഡന്റ് KV മനോജ്, ജേർണലിസം അധ്യാപകൻ V ദിലീപ്, പാർവതി C ദാസ്, മരിയ തെരേസ്, സ്നേഹ സാന്റോ എന്നിവർ പ്രസംഗിച്ചു.
പല കോളേജുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രിൻസിപ്പളുടെ റൂമായാലും തൊട്ടപ്പുറത്ത് +2 പ്രിൻസിപ്പളുടെ റൂമായാലും ഒക്കെ ചില കോളേജുകൾ, പ്രൈവറ്റ് കോളേജുകൾ പോലും ഇത്തരം ആകർഷകമാണ്. നമ്മള് ഒരു മനസ്സിലാകേണ്ട സംഭവം വാർത്തകളെ മനസ്സിലാക്കി അതൊന്ന് അവലോകനം ചെയ്യാനുള്ള ഒരു കഴിവാണ് ഉണ്ടാകേണ്ടത്. അപ്പൊ അത് ഇവിടെ നിന്ന് ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും നല്ലൊരു ലാഭിക അനുഭവം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സന്ദർശിക്കാൻ നമുക്ക് സെന്റേഴ്സ് കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സന്തോഷകരമായ ഒരു ദിവസമാണ്. നമുക്ക് ഇവിടെ ജനോത്സവങ്ങളിലാണ് ഉണ്ടായിരുന്നു. അത് മേസ്ലാവില് നമ്മൾ വിട്ടുകൊടുത്തു. അപ്പോൾ തന്നെ കിൽസാദ് പറഞ്ഞിരുന്നു ഇതിനേക്കാളും മികച്ച സമയത്തോടുകൂടി ഒരു ലാബ് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും എത്രയോ ഉയർന്ന നിലയിലേക്ക് സാധനം നമ്മുടെ ഡെയിലി ലൈഫില് വലിയൊരു സ്ഥാനം തന്നെ ഉണ്ട്. അപ്പൊ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ജേർണലിസമായ കമ്മ്യൂണിറ്റി ഇംഗ്ലീഷ് ലാബ് ഒരുക്കി തന്ന പ്രിൻസിപ്പൽ ടീച്ചർ, അധ്യക്ഷ പ്രസംഗം നടത്തിയ ഫാദർ പോൾ തെക്കാനത്ത്. പുതുക്കാട് പ്രചോദനികേതൻ കോളേജ് കൊമേഴ്സ് അസോസിയേഷന്റെ ഉദ്ഘാടനം ജ്യോതിസ് മോഹൻ നിർവഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മേരി പോൾ അധ്യക്ഷയായിരുന്നു. കൊമേഴ്സ് വകുപ്പ് മേധാവി ഡോക്ടർ അലൻ ലൂക്കോസ്, അസോസിയേഷൻ ഡയറക്ടർ ഡോക്ടർ ആർ രഞ്ജിത്ത്, ഏക്ത കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ അക്സ ഡെയ്സൺ, അസോസിയേഷൻ സെക്രട്ടറി സ്വാതി ഹരിഹരൻ എന്നിവർ പ്രസംഗിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നിറച്ചാർത്ത് 2024 കലാകായിക കലോത്സവത്തിന്റെ 4ാം ദിനത്തിൽ അങ്കണവാടി കലോത്സവം കില റിസർച്ച് അസോസിയേറ്റ്സ് KU സുകന്യ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷനായിരുന്നു. ICDS സൂപ്പർവൈസർ വി ശാലിനി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K അജിത എന്നിവർ പ്രസംഗിച്ചു. ഏങ്ങണ്ടിയൂർ സ്വദേശി പരേതനായ തച്ചപ്പുള്ളി അശോകൻ ഭാര്യ നളിനിയുടെ ഓർമ്മ ദിനത്തിൽ മക്കൾ സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലെ പാലിയേറ്റീവ് രോഗി പരിചരണത്തിനായി 20,000 രൂപ സംഭാവന ചെയ്തു. മക്കളായ നിഷ സുരേഷ്, നിത മനോജ്, നിജ അനീഷ് എന്നിവർ ചേർന്നാണ് പണം കൈമാറിയത്. സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് വേണ്ടി വൈസ് പ്രസിഡന്റ് CN വിദ്യാധരൻ തുക ഏറ്റുവാങ്ങി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണം സ്വീകരിച്ച് ചൈനയിലേക്ക് പോകുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസിനെ കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU പുതുക്കാട് മണ്ഡലം കമ്മിറ്റി യാത്രയയപ്പ് നൽകി. മണ്ഡലം സെക്രട്ടറി PM നിക്സൺ പൊന്നാട അണിയിച്ചു. BKMU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS തങ്കപ്പൻ, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം TK ഗോപി, BA വിജയൻ, PC സാജു, VK കരുണാകരൻ, രാജൻ, അജിത മാധവൻ എന്നിവർ പ്രസംഗിച്ചു. ചെസ് ഗ്രാമം എന്നറിയപ്പെടുന്ന മരോട്ടിച്ചാലിന്റെ കഥ പറയുന്ന ഫീച്ചർ സിനിമയുടെ പ്രദർശനം നടത്തി. യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. മരോട്ടിച്ചാൽ ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് ബേബി ജോൺ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സിനിമാ സംവിധായകൻ കബീർ ഖുറാന, കാസ്റ്റിംഗ് ഡയറക്ടർ ജോമിത് ജോണി, നടന്മാരായ മാഹിർ മൊഹീദ്ദീൻ, TM റാഫിഖ്, സിനിമാ നിർമ്മാതാവ് അഭിഷേക് ഗൗതം, ചെസ് ഗ്രാമത്തിനായി പ്രയത്നിച്ച C ഉണ്ണികൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. പഞ്ചായത്ത് അംഗം TA ആരോഷ് പ്രസംഗിച്ചു. ഞങ്ങളുടെ പ്രദേശത്തിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഈ മരോട്ടിച്ചാലിൽ ഇന്ന് അതിർവരമ്പില്ലാത്ത ലോകത്തേക്ക്, പ്രശസ്തിയുടെ ലോകത്തേക്ക് ഈ ചിത്രത്തിലൂടെ കൂട്ടിക്കൊണ്ടുപോകും. ഇത് ഒരു ചെറിയ കാര്യമായി പുതുക്കാട് തെക്കേത്തുറവ് സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാളിനോടനുബന്ധിച്ചുള്ള സപ്ലിമെന്റ് പ്രകാശനം നടത്തി. 2025 ജനുവരി 4, 5, 6 തീയതികളിലായാണ് തിരുനാൾ. ഇടവക വികാരി ഫാദർ ക്രിസ്റ്റോൻ പെരുമാട്ടിൽ സപ്ലിമെന്റ് പ്രകാശനം നിർവഹിച്ചു. തിരുനാൾ ജനറൽ കൺവീനർ വർഗീസ് തെക്കേത്തല, സപ്ലിമെന്റ് കൺവീനർ ഷാജു മാപ്രാണത്തുകാരൻ, കൈക്കാരന്മാരായ ജോയ് നടക്കലാൻ, ഐസക് കുറ്റിക്കാടൻ, മുൻ കൈക്കാരന്മാരായ ജോസ് മംഗലൻ, പ്രിയൻ ചിറ്റാട്ടുകാരൻ എന്നിവർ നേതൃത്വം വഹിച്ചു. ആവണി മീഡിയൻസിന്റെ ബാനറിൽ വിപിൻ കാരക്കാട് നിർമ്മിക്കുന്ന എന്റെ പശൂട്ടി എന്ന ഹ്രസ്വ ചിത്രത്തിന്റെ ചിത്രീകരണം വെള്ളിക്കുളങ്ങലിലും പരിസരത്തുമായി പുരോഗമിക്കുന്നു. ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി നിർവഹിച്ചു. KM നവനി, ഡിൻസി ദീപ്ത, സുധീർ വെള്ളിക്കുളങ്ങര, കലാഭവൻ സുധി, സലീഷ്, വിൻസൻ എന്നിവരാണ് അഭിനേതാക്കൾ.
വായനശാല സെക്രട്ടറി എച്ച് സഹീർ, ചിത്ര സുരാജ് എന്നിവർ പ്രസംഗിച്ചു. നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ്. ഇതിനായി ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസും കണ്ണു പരിശോധനാ സർട്ടിഫിക്കറ്റും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മാത്രം മതിയാകും. റിപ്പോർട്ട് കാണാം. ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിയുന്നതിനേക്കാൾ 1 വർഷം മുൻപ് മുതൽ ലൈസൻസ് പുതുക്കുന്നതിന് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞ 1 വർഷം വരെയും പിഴയില്ലാതെ ലൈസൻസ് പുതുക്കാവുന്നതാണ്. കാലാവധി കഴിഞ്ഞ 1 വർഷത്തിന് ശേഷമാണ് ലൈസൻസ് പുതുക്കുന്നതിന് അപേക്ഷിക്കുന്നതെങ്കിൽ വാഹനം ഓടിച്ചു കാണിക്കേണ്ടതാണ്. www.parivahan.gov.in എന്ന സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഓൺലൈൻ സർവീസ് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് സ്റ്റേറ്റ് എന്നിവ സെലക്ട് ചെയ്താൽ ലൈസൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് സർവീസുകളുടെ ഐക്കണുകൾ കാണാൻ സാധിക്കും. അതിൽ ഡ്രൈവ് ലൈസൻസ് റിന്യൂവൽ എന്ന ഓപ്ഷനിൽ ഡ്രൈവ് ലൈസൻസ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻട്രി വരുത്തിയാൽ ലൈസൻസ് പുതുക്കുന്നതിന് നമുക്ക് അപേക്ഷ തയ്യാറാക്കാൻ സാധിക്കും. 400 രൂപയാണ് ഫീസ് ഇനത്തിൽ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട തുക. ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആവുകയും ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് ഡോക്യുമെന്റ്സ് അപ്ലോഡിൽ പോയി ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനും ഫീസ് പേയ്മെന്റിൽ പോയി അത് അടയ്ക്കാനും സാധിക്കുന്നതാണ്. ബുക്ക് രൂപത്തിലുള്ള ലൈസൻസ്, പേപ്പർ രൂപത്തിലുള്ള ലൈസൻസ് ആണെങ്കിൽ ആദ്യം ഓഫീസിൽ കൊണ്ടുവന്ന് പ്രസ്തുത ലൈസൻസ് സാരഥി എന്ന സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ലൈസൻസ് സംബന്ധമായ സർവീസിന് ഓൺലൈനായി അപേക്ഷിക്കാനായി സാധിക്കുകയുള്ളൂ. ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ തയ്യാറാക്കിയാൽ ആയത് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൺലൈൻ വഴി ആയത് ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അതിന്റെ പ്രിന്റ് എടുക്കുവാനും ഡിജിറ്റലായി സൂക്ഷിക്കുവാനും സാധിക്കുന്നതാണ്. കാലാവസ്ഥ. കൂടിയ ചൂട് 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. 2024-26 വർഷത്തെ DLED പ്രവേശനത്തിന് എയ്ഡഡ് ഗവൺമെന്റ് സ്വാശ്രയം ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. തൃശൂർ CMS സ്കൂൾ ഹാളിൽ ഡിസംബർ 4 രാവിലെ 10 മണിക്കാണ് സ്പോട്ട് അഡ്മിഷൻ. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. നിലവിൽ ലിസ്റ്റിലുള്ള അപേക്ഷാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. ഫോൺ നമ്പർ 0487236081. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7090 രൂപ, പവന് 56,720 രൂപ. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് ചിറമൽ താണിശ്ശേരി ലാസർ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചിറ്റിശ്ശേരി കിടങ്ങൻ ആൻഡ്രു മകൻ ഫ്ലെമിൻ അന്തരിച്ചു. 33 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റോസിനെയാണ് അമ്മ, നിമിഷയാണ് ഭാര്യ. ആമ്പല്ലൂർ, വെണ്ടൂർ, ചെറുവത്തൂർ കല്ലൂക്കാരൻ ലോനപ്പൻ ഭാര്യ റോസി അന്തരിച്ചു. സംസ്കാരം നടത്തി. 93 വയസ്സായിരുന്നു. റോസിലി, യോഹന്നാൻ, മേരി, ആനീസ്, എൽസി, ബേബി എന്നിവർ മക്കളും. ടെസി, ചാർലി, സെബാസ്റ്റ്യൻ, അഗസ്റ്റിൻ, ജോൺസൺ, പരേതനായ ജോണി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറ്റ ദിവസത്തെ മഴയോടെ ദേശീയപാതയിലെ ആമ്പല്ലൂരിൽ വെള്ളക്കെട്ട് രൂക്ഷം. ദുരിതത്തിൽ യാത്രക്കാർ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. വരന്തരപ്പള്ളി പൗണ്ടിൽ ബേക്കറി അടിച്ചു തകർത്ത ആൾ അറസ്റ്റിൽ. വെട്ടിങ്ങപ്പാടം ഇല്ലിക്കൽ വീട്ടിൽ ജോയിയാണ് അറസ്റ്റിലായത്. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം തുടങ്ങിയത് മുതൽ പ്രദേശത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവാകുന്നു. നെന്മണിക്കര പഞ്ചായത്തിലെ 5, 6 വാർഡുകളിലുള്ളവർ ഇപ്പോൾ കിലോമീറ്ററുകൾ ചുറ്റിവളയേണ്ട അവസ്ഥയിൽ. പുല്ലും പായലും മൂടി നാശോന്മുഖമായി കിടക്കുന്ന ആളൂർ പഞ്ചായത്തിലെ വെള്ളാംചിറ നവീകരിക്കണമെന്ന് ആവശ്യമുയരുന്നു. പുതുക്കാട് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിരുന്ന ജിനുമോന് നാടിന്റെ യാത്രാമൊഴി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ
NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.